നമുക്കൊരു കടയുണ്ട്. ആ കടയിൽ നമ്മുടെ അച്ഛനെ അമ്മനെ സഹായിക്കാൻ വേണ്ടി ഞാനിന്ന് പോവാണ്. അങ്ങനെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി നടക്കുവാണ്. റോഡിലൊക്കെ അത്യാവശ്യം നല്ല തിരക്കായിരുന്നു. വൈകുന്നേരം ആയതുകൊണ്ട് നടന്ന അവസാനം ഞാൻ ഞങ്ങളുടെ കടയുടെ അടുത്തെത്തി. അമ്മയാണെങ്കിൽ നല്ല ചൂട് ഉള്ളിവട പൊരിച്ചോണ്ടിരിക്കുകയായിരുന്നു. അമ്മ കുറച്ച് കലിപ്പിലാണ്. നേരത്തെ എന്നോട് വരണമെന്ന് പറഞ്ഞായിരുന്നു. ഞാൻ ലേറ്റായി. നല്ല തിരക്കുള്ള സമയങ്ങളിൽ 2 പേർക്ക് തന്നെ കട മാനേജ് ചെയ്യാൻ ഭയങ്കര പാടാണ്. അതുകൊണ്ട് അമ്മ എനിക്ക് നല്ല പണി തന്നിട്ടുണ്ട്. കടയിൽ പോകാനും പിന്നെ അപ്പുറത്തൊരു കടയിൽ ചായ കൊടുക്കാൻ വേണ്ടി. ഒരു സ്റ്റിച്ചിങ് കടയാണ്. അവിടുത്തെ ആകെ ഒരു സ്റ്റാഫ് മാത്രമേ ഇന്ന് വന്നിട്ടുള്ളായിരുന്നു. നമ്മുടെ കടയുടെ തൊട്ടിപ്പുറത്ത് തന്നെ ജിമ്മും ബ്യൂട്ടി പാർലറും സ്റ്റിച്ചിങ് കട എല്ലാം ഒരുമിച്ചായതുകൊണ്ട് ഒരു കൺഫ്യൂഷനായി. ഇപ്പോൾ വഴി തെറ്റി ഇപ്പോൾ ജിമ്മിൽ ചെന്നേനെ. കടയുടെ ഓപ്പോസിറ്റ് നോക്കുകയാണെങ്കിൽ പിസ്സ ഹട്ടും KFC ഒക്കെ ഉണ്ട്. ഇത് നമ്മുടെ കടയുടെ ലൊക്കേഷൻ വന്നിട്ട് തെങ്ങണ ചങ്ങനാശ്ശേരി റൂട്ടിൽ വലിയകുളം ആണ് നമ്മുടെ സ്ഥലം. ഇതാണ് നമ്മുടെ തൊട്ടപ്പുറത്തുള്ള ബജ്ജിക്കട. അത് അവധി ആയതുകൊണ്ട് നമ്മുടെ കടയിലെ സാധനങ്ങളൊക്കെ കുറേ തീർന്നിട്ടുണ്ട്. പാല്, ബ്രൂവ്, ബ്രെഡ്, മൈദ അതൊക്കെ വാങ്ങാൻ വേണ്ടിയാണ് അമ്മ എന്നെ പറഞ്ഞു വിട്ടത്. നമ്മുടെ കടയിൽ ഏറ്റവും കൂടുതൽ തിരക്ക് വരുന്നത് 4 മണി തൊട്ട് ഒരു 7 മണി വരെ. അപ്പുറത്തുള്ള ബജ്ജിക്കട ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ കടയിൽ എപ്പോഴും തിരക്കാണ്. ഇന്നത്തെ കടയിലെ തിരക്ക് കാരണം എല്ലാ കടികളും തീർന്നു. ലാസ്റ്റ് ആകെ ഒരു ബ്രെഡ് മാത്രമേ ഉള്ളായിരുന്നു. ഞാൻ പിന്നെ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ ഇവിടെയൊക്കെ ക്ലീൻ ആക്കിയിട്ട് ഇനി അടുത്തത് പാത്രം കഴുകണം. കാണുമ്പോൾ വലിയ പണിയൊന്നും ഇല്ലെന്ന് തോന്നുമെങ്കിലും ഈ ബജ്ജിക്കടയിലെ പണി ഭയങ്കര പാടാണ്. അമ്മയച്ഛനും രാവിലെ വന്നാൽ പിന്നെ ഏകദേശം ഒരു 10 മണിയൊക്കെ ആകുമ്പോഴാണ് അവർ തിരിച്ചു വരുന്നത്. അങ്ങനെ ഞാൻ പാത്രമൊക്കെ കഴുകാൻ റെഡി ആയിട്ട് നിന്നപ്പോഴത്തേക്കിനും കടയിലൊരു കസ്റ്റമർ വന്നിട്ട് കാപ്പി ചോദിച്ചു. പിന്നെ അമ്മ വെള്ളം കോരാൻ പോയിക്കായിരുന്നു. അച്ഛൻ കടയിലും പോയിക്കായിരുന്നു. പിന്നെ ആകെ ഞാൻ മാത്രമേ ഉള്ളായിരുന്നു. പിന്നെ ലാസ്റ്റ് ഞാൻ തന്നെ എടുത്തു കാപ്പി. ഒന്നും നോക്കിയില്ല, ഞാനങ്ങ് കാപ്പി എടുത്തു. കുറച്ച് മധുരം കൂടിപ്പോയി. കസ്റ്റമറിനെ ഇങ്ങോട്ട് പറഞ്ഞു കുറച്ച് വെള്ളം അതിൽ ഒഴിച്ചാൽ മതി, മധുരം മാറും. കസ്റ്റമർ നേരത്തെ പറഞ്ഞായിരുന്നു എന്നോട് കാപ്പി കുറച്ചെടുത്താൽ മതിയെന്ന്. അല്ലാതെ ഞാൻ പിശുക്കി കൊടുക്കുന്നതല്ല കേട്ടോ. നമ്മുടെ കടയുടെ ബാക്കിൽ ഒരു പൈപ്പ് ലൈൻ ഉണ്ടായിരുന്നു. അവിടെ ഇപ്പോൾ വെള്ളം വരാത്തതുകൊണ്ട് നമുക്ക് വെള്ളത്തിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അമ്മ പുറകിലൊരു വീട്ടിൽ പോയാണ് വെള്ളം കോരിക്കൊണ്ടുവരുന്നത്. വെള്ളം കൊണ്ടുവന്നപ്പോൾ പിന്നെ പാത്രം കഴുകാമെന്ന് വിചാരിച്ച് ആദ്യം ഞാൻ കുറച്ച് ഗ്ലാസ്സൊക്കെ അങ്ങ് കഴുകി വെച്ച് പിന്നെ വലിയ വലിയ പാത്രങ്ങൾ കഴുകാമെന്ന് വിചാരിച്ചു. അമ്മയും അപ്പുറത്ത് കുറച്ച് പാത്രങ്ങൾ കഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ കുറേ പാത്രങ്ങൾ കഴുകി. ക്ലീൻ ചെയ്യുമ്പോൾ മിക്ക സമയങ്ങളിലും ഞാൻ കട വരാറുണ്ട് അവർ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി. നെക്സ്റ്റ് നമ്മുടെ പണിയെന്ന് വെച്ചാൽ ഇവിടെ പിന്നെ തുടച്ച് വൃത്തിയാക്കണം. പിന്നെ ഇവിടെ കിടക്കുന്ന പാല് കവറും ബൂസ്റ്റ് കവറും എല്ലാം എടുത്ത് കളയണം. അച്ഛനാണെങ്കിൽ പിറ്റേ ദിവസത്തേക്കിനുള്ള കടികൾ ഉണ്ടാക്കാനുള്ള സാധനങ്ങളും പൊടികളും എല്ലാം വാങ്ങാൻ പോയിക്കായിരുന്നു. ഞാനും അമ്മയും എല്ലാം കഴുകി ഒതുക്കി ഫൈനലി അച്ഛൻ വന്നിട്ട് എല്ലാം അറേഞ്ച് ചെയ്ത് പൂട്ടി ഞങ്ങൾ വീട്ടിൽ